നമുക്ക് കൊല്ലത്തേക്കൊന്ന് പോകാം. ദിലീപ് ദേവസ്യ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു ചെറുകിട സ്ഥാപനത്തിലെ അവസ്ഥയാണ് ദീപക് കാട്ടിത്തന്നത്. കൊല്ലത്ത് സാധാരണക്കാരായ, അതായത് നിത്യോപയോഗത്തിനായി വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഇനി ചാർജ് കൂടുമോ എന്ന ടെൻഷനോടെ കഴിയുന്ന ആളുകൾ അവരൊക്കെ എന്ത് പറയുന്നു? സുജിയ, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. കൊല്ലത്തെ ഒരു വീട്ടിലാണ്. ഈ വീട്ടിൽ സാധാരണ ഗതിയിൽ വരുന്നത് 2000 രൂപ കറണ്ട് ബില്ലാണ്. ഈ 2000 രൂപയുടെ നമ്മൾ ചോദിച്ചു എങ്ങനെയാണ് കറണ്ട് ബില്ലൊക്കെ കൂടുമ്പോൾ ജീവിത കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കറണ്ട് ബില്ലിൻ്റെ കാര്യം മാത്രമല്ല, വീട്ടിലെ ഓരോ പലചരക്കിൻ്റെയും വിലകൾ പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ച് ആശങ്കപ്പെടുന്ന അമ്മമാരെയാണ് നമ്മൾ കണ്ടത്. അത്തരത്തിലുള്ള അമ്മേൻ്റെ പേര് സീതമ്മ എന്നാണ്. സീതമ്മയാണ് നമ്മളിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. അമ്മ, ഗ്യാസ് ഇങ്ങനെയൊക്കെ കളഞ്ഞു കഴിഞ്ഞാലേ ഗ്യാസിന് വില കൂടാൻ പോവുക. ഗ്യാസിന് ഭയങ്കര വിലയാണ്. ഗ്യാസിന് മാത്രമല്ല, എല്ലാ സംഗതികൾക്കും ഭയങ്കര വിലയായിട്ടിരിക്കുക. ഇപ്പം നമുക്ക് അടുക്കളയിലെ ഉപയോഗത്തിനുള്ള എല്ലാ സർവ്വ സാധനത്തിനും അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കും. എത്ര ഗ്യാസ് സിലിണ്ടർ എടുക്കും? ഒരു മാസം ഒന്ന് മതിയോ? അയ്യോ, പോരാ. ഒരു മാസം വേറെ പൊത്താനും അടുപ്പൊന്നുമില്ല. ഇപ്പോൾ ഈ ഗ്യാസ് 4 5 ഒക്കെ എടുക്കേണ്ടി വരും. ഈ കറണ്ട് ബില്ല് എങ്ങനെയാണ് വന്ന് എത്ര വരുന്നു ഇവിടെ? കറണ്ട് ബില്ല് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്ന് 2200 തോന്നുന്നു. ഈ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടുമ്പോൾ വെള്ളത്തിനും അതുപോലെ തന്നെ, വാട്ടർ അതോറിറ്റിയിലെ വെള്ളത്തിനും അതാ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനും ഭയങ്കര വിലയാണ്. തേങ്ങയൊക്കെ പുറത്തുനിന്ന് വാങ്ങണമല്ലോ. തേങ്ങ ദോ മേടിച്ചിട്ടേക്കുന്നത് 1 കിലോയ്ക്ക് 72 രൂപ. തേങ്ങയ്ക്ക് പരിപ്പ്, ഉള്ളി, തക്കാളി. പിന്നെ കൊച്ചുള്ളിക്കാണെങ്കിൽ 80 രൂപ. അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിൽ ഭയങ്കര വില, 100 രൂപ 100 ഉള്ളിക്ക്. വരുമാനമുണ്ടോ അതൊക്കെ ഇത്രയൊക്കെ മേടിക്കാൻ? നമ്മളിപ്പം എല്ലാവരും 6-7 പേരുള്ള വീട്ടിൽ ഇതൊക്കെ മേടിക്കാതെ പറ്റുമോ? കൊച്ചുങ്ങളൊക്കെ ഉള്ളവർ ഒരു ദിവസമോ പട്ടിണി കിടക്കാനൊക്കത്തുള്ളൂ. എല്ലാ ദിവസവും അങ്ങനെ എന്തോ ചെയ്യും? ആഹാരം കഴിക്കണ്ടായോ? എങ്ങനെയായാലും എത്ര പിടിച്ച് നമ്മൾ നോക്കിയാലും ദിവസവും ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കണം. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില. തേങ്ങയ്ക്ക് വില കൂടുമ്പോൾ വെളിച്ചെണ്ണയ്ക്കും വില കൂടുതല. ഈ കറണ്ട് അധികം ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഇവിടെ ഞങ്ങൾ ഇല്ല, ഒന്നുമില്ല. AC ഒന്നുമില്ല. ഒരു TV ഉണ്ട്. TV ഉണ്ട്. അപ്പോൾ TV ഉണ്ട്, ഫാനുണ്ട്, ഫ്രിഡ്ജുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. അലക്കം എങ്ങനെയാണ്? അലക്കും വാഷിംഗ് മെഷീൻ ഉണ്ട്. അത് പക്ഷേ ഇപ്പം ഉപയോഗം ഇല്ലാതിരിക്കും, വെള്ളം കുറവാണ്. കൈ തന്നെ ശരണം ഇല്ലേ? അതെ. അലക്കം. എന്നിട്ടും ഇനി കറണ്ട് ബില്ലൊക്കെ കൂടിക്കഴിഞ്ഞാൽ നടുവടിയും. അതെ. അതുമല്ല, കൈ കൊണ്ടൊന്നും ഒക്കത്തില്ല. സോപ്പിന്റെ കാരം കൊണ്ട്. സർക്കാരിനോട് നമുക്ക് പറഞ്ഞു നോക്കാം, കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കി സാധാരണക്കാർക്ക് ജീവിക്കണം. സുജിയ, ഇനി എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. കറണ്ട് ബില്ലൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ കേട്ടല്ലോ, തേങ്ങയുടെ വില 72 രൂപയാണ്, ഉള്ളിയുടെ വില എല്ലാത്തിനും വില കൂടി. മനുഷ്യന്റെ ജീവിത സാഹചര്യത്തിലാണ് മാറ്റം വരാത്തത് എന്നതാണ് സാധാരണക്കാരായ എല്ലാ മനുഷ്യരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ദിലീപിൽ